കാളികാവിൽ 2.5 വയസ്സുകാരിയെ പിതാവ് കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ പുറത്ത്. പ്രതി മുഹമ്മദ് ഫായിസിന്റെ സഹോദരി ഭർത്താവ് അൻസാറും അയൽവാസിയും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തുവന്നത്. മാതാവിന്റെ മടിയിലിരുന്ന കുഞ്ഞ് ഫായിസിന്റെ ചവിട്ടേറ്റ് ചുവരിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഫായിസ് കൊലക്കുട്ടിന്റെ ചോർമ്മ വേണ്ടിവരും. കാരണം എന്താന്ന് വെച്ചാല് ആ കുട്ടീനെ ഒറ്റ ചവിട്ടാ ഉച്ചക്ക് കുട്ടി ബാക്കിൽ കളിച്ചെന്ന് തല ചുമരിനൊക്കെ കടന്നിട്ടാണ് അവിടെ. കഴിഞ്ഞ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് സംഭവിച്ചത്. ഓന്റെ അമ്മ അടിച്ചപ്പോ ഓന്റെ അമ്മാന്റെ മടിക്ക് ഓന്റെ അമ്മ വിളിച്ചു കുട്ടിനെ. ആ മടിന്ന് നിർത്തിക്കൊണ്ട് ഇവിടെ നിന്നാന്ന് പറഞ്ഞത് ഞാൻ കണ്ണു കണ്ടോ ഇവിടെ നിന്നാന്ന് ഭക്ഷണം നിർത്തിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒറ്റ ചവിട്ട. അതാണ് കുട്ടികൾ പോയത് ചുമരിലേക്ക്. ഓന്റെ അമ്മയുടെ മടിന്ന് വലിച്ചെടുത്ത് കണ്ടു. ഷഹദ് റഹ്മാനുണ്ട് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷഹദ്, ആ 2.5 വയസ്സുകാരിക്കേറ്റ വേദന അതിഭയാനകമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ശബ്ദരേഖയിൽ നിന്ന്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ഓഡിയോ സന്ദേശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം നടന്ന അന്നാണ് ഈ പ്രതി ഫായിസിന്റെ അളിയൻ തൊട്ട് വീടിന് മുൻവശത്തുള്ള ആളെ വിളിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടും അന്ന് ആ ദിവസം എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം ഈ അളിയൻ ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ആ വീട്ടിലുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ എന്തെല്ലാമാണ് നടന്നത് എന്നത് കൃത്യമായിട്ട് വിവരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഫായിസിന്റെ മാതാവിന്റെ മടിയിൽ ഇരിക്കുമ്പോഴാണ് ഫായിസ് ഈ കുട്ടിയെ ചവിട്ടി തെറിപ്പിക്കുന്നത്. ചവിട്ടിൽ കാര്യമായിട്ടുള്ള പരിക്കേറ്റു. അതോടൊപ്പം തന്നെ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ബോധം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഫായിസിനെ മാത്രമേ പ്രതി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ നാട്ടുകാർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഈ കുടുംബത്തിന്റെ അറിവോട് കൂടിയിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് സമർത്ഥിക്കുന്നതാണ് ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഫായിസിന്റെ മാതാവിനും ഒപ്പം തന്നെ സഹോദരിക്കും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും അവർ മൗനാനുവാദം നൽകിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ പീഡനത്തിന് ഈ കുട്ടിയെ ഇരയാക്കിയത് എന്നൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.